ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന പേപ്പറിലെ 6th മൊഡ്യൂളിലെ ടോപ്പിക് ആണ്. 6th മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് 5 ടോപ്പിക്സ് ആണ് വരുന്നത്. സ്റ്റാൻഡേർഡ്സ് ഫോർ വാട്ടർ ക്വാളിറ്റി, സ്റ്റാൻഡേർഡ്സ് ഫോർ എയർ ക്വാളിറ്റി, സ്റ്റാൻഡേർഡ്സ് ഫോർ നോയ്സ് ക്വാളിറ്റി, എൻവയോൺമെന്റ് മാനേജ്മെന്റ് പ്ലാൻ, കേസ് സ്റ്റഡീസ് ഓഫ് EIA. ഈ 5 ടോപ്പിക്സിൽ നിന്നും ഫസ്റ്റ് 2 ടോപ്പിക്സ്, അതായത് സ്റ്റാൻഡേർഡ്സ് ഫോർ വാട്ടർ ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ എയർ ക്വാളിറ്റി, ഈ 2 ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്, സ്റ്റാൻഡേർഡ്സ് ഫോർ വാട്ടർ ക്വാളിറ്റി. എന്താണ് സ്റ്റാൻഡേർഡ്സ് ഫോർ വാട്ടർ ക്വാളിറ്റി എന്ന് പറയുന്നത്? നമ്മുടെ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വാട്ടറിന്റെ കണ്ടാമിനേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് വാട്ടറിന് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ലെവൽ, അതായത് വാട്ടറിൽ ഉണ്ടാകാനുള്ള ഓരോ കമ്പോണൻസും വാട്ടറിൽ എത്ര പെർസെൻറ്റേജിൽ കൂടുതൽ ആകാൻ പാടില്ല, അങ്ങനെ ഒരു പെർട്ടിക്കുലർ കമ്പോണന്റിന്റെ വാട്ടറിലുള്ള പെർമിസിബിൾ ആയിട്ടുള്ള റേഞ്ചിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഫോർ വാട്ടർ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ പെർമിസിബിൾ ലിമിറ്റ് ഒരിക്കലും എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ബോഡീസ് കണ്ടാമിനേറ്റഡ് ആകും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്പോണന്റിന് വാട്ടറിൽ അടങ്ങാവുന്ന പെർമിസിബിൾ ആയിട്ടുള്ള ലിമിറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷനെയാണ് നമ്മൾ ഓർ ഡിസൈഡ് കോൺസെൻട്രേഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഫോർ വാട്ടർ ക്വാളിറ്റി എന്ന് പറയുന്നത്. So water quality standards are provisions of state, territorial, authorized, tribal or federal law approved by EPA that describe the desired condition of a water body and the means by which that condition will be protected or achieved. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വാട്ടർ ബോഡിയിലെ ഡിസൈഡ് ആയിട്ടുള്ള കമ്പോണൻസിന്റെ കോൺസെൻട്രേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയാണ്. അതായത് നമ്മുടെ ഒന്നുകിൽ സ്റ്റേറ്റിന്റെ പ്രൊവിഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ടെറിട്ടറിയുടെ പ്രൊവിഷൻ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രൈബൽ അല്ലെങ്കിൽ ഒരു ഫെഡറൽ ലോ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി അപ്രൂവ് ചെയ്ത ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ആണ് ഒരു വാട്ടർ ബോഡിക്ക് ഡിസൈഡ് ആയിട്ടുള്ള കമ്പോണൻസിന്റെ കോൺസെൻട്രേഷൻ നിശ്ചയിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മളൊരു ഡിസൈഡ് വാട്ടർ ക്വാളിറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ it should be maintained and protected. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഡിസൈഡ് ക്വാണ്ടിറ്റി ഒരു വാട്ടർ ബോഡിയിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പോണന്റിന് ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ ക്വാണ്ടിറ്റി എക്സീഡ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ കമ്പോണന്റ് വാട്ടർ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, സോ ഈ ഡിസൈഡ് സ്റ്റാൻഡേർഡ് വാല്യൂസ് ഒക്കെ അപ്രൂവ് ചെയ്യുന്നത് EPA ആണ്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി. The next point, water bodies can be used for purposes such as recreation, scenic enjoyment and fishing and are the home to many aquatic organisms. ഈ WQSന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വാട്ടർ ബോഡീസ് പല പർപ്പസിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. റിക്രിയേഷന് വേണ്ടി യൂസ് ചെയ്യാം, സീനിക് എൻജോയ്മെന്റിന് യൂസ് ചെയ്യാം, ഫിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ കുറെ അക്വാറ്റിക് ഓർഗാനിസംസിന്റെ ഒക്കെ വളർത്താനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഏത് പർപ്പസിന് യൂസ് ചെയ്യുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഓരോ പെർട്ടിക്കുലർ ഏരിയാസിലും ആ പെർട്ടിക്കുലർ വാട്ടർ ബോഡിയിൽ ഡിസൈഡ് ആയിട്ടുള്ള കണ്ടൻസിന്റെ കോൺസെൻട്രേഷൻ കോമ്പോണൻസിന്റെ കോൺസെൻട്രേഷൻ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ കോൺസെൻട്രേഷൻ ഒരിക്കലും എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇൻ കേസ് അത് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്ടർ ബോഡി കണ്ടാമിനേറ്റഡ് ആകും. ഓക്കെ, the next point, to protect human health and aquatic life in these waters, states, territories and authorized tribes establish WQS. അപ്പോൾ ഇങ്ങനെ പല റിക്രിയേഷൻ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുന്ന വാട്ടർ ബോഡീസ് കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ WQS എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതായത് വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ പൊല്യൂഷനിൽ നിന്ന് നമുക്ക് വാട്ടർ ബോഡീസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. Then WQS form a legal basis for controlling pollutants entering the waters of the United States. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വാട്ടർ ബോഡീസ് പൊല്യൂട്ടഡ് ആകാതിരിക്കാനായിട്ട് ഈ WQS എന്ന് പറയുന്നത് ലീഗൽ ഫോം ആണ്.
അതായത് അവിടെ ലീഗലി അപ്രൂവ്ഡ് ആണ് WQS എന്ന് പറയുന്നത്. അതായത് ഒരു വാട്ടർ ബോഡി ആരെങ്കിലും പൊല്യൂട്ടഡ് ആക്കുകയാണെങ്കിൽ അവര് ലീഗലി അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പോ ഇന്ത്യയിൽ അങ്ങനെ എല്ലാ വാട്ടർ ബോഡീസും ലീഗലി പ്രൊട്ടക്റ്റഡ് അല്ല, പക്ഷെ ചില വാട്ടർ ബോഡീസ് ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ് ഫ്രം കണ്ടാമിനേഷൻ. ഓക്കെ, ഇപ്പോ WQS എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഒരു വാട്ടർ ബോഡിയിൽ പല കമ്പോണൻസിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പെർമിസിബിൾ വാല്യൂ ഉണ്ടായിരിക്കും, ഓർ ഒരു ഡിസൈർഡ് വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂനെയാണ് സ്റ്റാൻഡേർഡ് ഫോർ വാട്ടർ ക്വാളിറ്റി. വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഡിഫറെന്റ് കമ്പോണൻസിന്റെ ഡിസൈർഡ് ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഫോർ വാട്ടർ ക്വാളിറ്റി എന്ന് പറയുന്നത്. Then the goals of water quality standards are to protect public health and the environment and to maintain a standard of water quality consistent with its designated uses. അപ്പോൾ വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡിന്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ കണ്ടാമിനേറ്റഡ് ആകുന്നതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക, ആൻഡ് ഓൾസോ അതുവഴി നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യുക, ആൻഡ് ഓൾസോ നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നമുക്ക് ആ പെർട്ടിക്കുലർ വാട്ടർ ബോഡി എന്ത് യൂസ് ആണോ, ആ വാട്ടർ ബോഡിയുടെ പർപ്പസ് എന്താണോ അത് പ്രോപ്പർ ആയിട്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ റെക്രിയേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് അക്വാറ്റിക് ഓർഗാനിസത്തിന്റെ പ്രൊപ്പഗേഷന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ഏത് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്താലും അതിന്റെ ഡെസിഗ്നേറ്റഡ് യൂസ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then 5 basic water quality parameters. അപ്പോൾ water quality parameters എന്ന് പറയുന്നത്, അതായത് നമ്മൾ വാട്ടറിൽ ഈ പർട്ടിക്കുലർ പാരാമീറ്റേഴ്സിന്റെ കോൺസെൻട്രേഷൻ ആണ് ലിമിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ കമ്പോണൻസിന്റെ പാരാമീറ്റേഴ്സിന്റെ കോൺസെൻട്രേഷൻ ആണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്. ആ 5 പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഡിസോൾവ് ഓക്സിജൻ. സോ ഡിസോൾവ് ഓക്സിജൻ, വാട്ടർ ബോഡീസിലെ ഡിസോൾവ് ഓക്സിജന് ഒരു പെർമിസിബിൾ ആയിട്ടുള്ള ലിമിറ്റ് ഉണ്ട്. അതുപോലെ ടെമ്പറേച്ചർ, then pH, turbidity and nitrogen. So these are the 5 basic water quality parameters. So main ആയിട്ട് ഒരു water quality parameters ആയിട്ട് നമ്മൾ ഈ 5 points ആണ് കൺസിഡർ ചെയ്തിരുന്നത്. So ഈ 5 pointsന്റെ കോൺസെൻട്രേഷൻ പെർമിസിബിൾ ലിമിറ്റിൽ നിന്നും എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. Okay. Then next, Indian standards for safe drinking water. For safe drinking water ന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് based on IS 10500/2012. അപ്പോൾ ഓരോ ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യുന്ന വാട്ടറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ് എന്നാണ് ഈ കോഡിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ അതിവിടെ കാണിച്ചിരുന്നേ ഉള്ളൂ. അപ്പോൾ pH വാല്യൂ, ഡിസോൾവ് ഓക്സിജൻ, ടർബിഡിറ്റി, ഓർഡർ, ടേസ്റ്റ്, കളർ, അപ്പൊ അതിന്റെയൊക്കെ റേഞ്ച് ഈ ടാബുലാർ കോളത്തിൽ കൊടുത്തിട്ടുണ്ട് based on IS 10500/2012. ഓക്കെ, അപ്പൊ ജസ്റ്റ് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്നും ആ പാരാമീറ്റേഴ്സിന്റെ പെർമിസിബിൾ ആയിട്ടുള്ള ലിമിറ്റ് എന്താണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ്സ് ഫോർ എയർ ക്വാളിറ്റി. വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പറഞ്ഞതുപോലെ തന്നെയാണ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ പല കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഈ പല കമ്പോണൻസിന്റെയും കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് അത് പൊല്യൂട്ടൻസ് ആകുന്നത്. അപ്പോൾ ഈ കോമ്പോണൻസിന്റെ, അതായത് പൊല്യൂട്ടൻസ് ആകാൻ സാധ്യതയുള്ള കോമ്പോണൻസിന്റെ കോൺസെൻട്രേഷൻ ഡിസൈർഡ് ലിമിറ്റിനുള്ളിൽ നിർത്തുക. അതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഫോർ എയർ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് ഫിക്സ് ചെയ്യുക, ഒരു പെർമിസിബിൾ ലിമിറ്റ് ഫിക്സ് ചെയ്യുക. ആ പെർമിസിബിൾ ലിമിറ്റിനെയാണ് നമ്മൾ standards for air quality എന്ന് പറയുന്നത്. So air quality standards refer to levels of air pollutants prescribed by regulations that may not be exceeded during a specified time in a defined area. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ പൊല്യൂട്ടന്റിന്റെ കോൺസെൻട്രേഷൻ ലിമിറ്റ്, ഡിസൈഡ് ആയിട്ടുള്ള ലിമിറ്റ് എക്സീഡ് ചെയ്യാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. Then national ambient air quality standards are the standard for ambient air quality set by the Central Pollution Control Board that is applicable nationwide. So ambient air quality standards എന്ന് പറയുന്നത് സെയിം തന്നെയാണ് നമ്മുടെ
എയറിലെ പൊല്യൂട്ടൻസിന്റെ കോൺസെൻട്രേഷൻ പെർമിസിബിൾ ലിമിറ്റിനുള്ളിൽ സെറ്റ് ചെയ്യുന്നതിനെയാണ് നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. These air quality standards are set by the Central Pollution Control Board and it is applicable nationwide. So the Central Pollution Control Board has been conferred this power by the Air Prevention and Control of Pollution Act 1981. So Central Pollution Control Board ന് ഇങ്ങനെ ലിമിറ്റ്സ് ഫിക്സ് ചെയ്യാനുള്ള റൈറ്റ് വന്നത് by Air Prevention and Control of Pollution Act 1981. Okay. For water quality standards സിമിലർ ആണ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അവിടെ വാട്ടറിലെ പൊല്യൂട്ടൻസിന്റെ കോൺസെൻട്രേഷൻ റെസ്ട്രിക്ട് ചെയ്യുന്നത് പോലെ ഇവിടെ എയറിലുള്ള പൊല്യൂട്ടൻസിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഒരു ഡിസൈഡ് വാല്യൂല് സെറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എയർ ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ ഒരു ടാബുലാർ കോളം കൊടുത്തിട്ടുണ്ട്. എയറിലെ ഓരോ പൊല്യൂട്ടന്റിന്റെയും ആവറേജ് കോൺസെൻട്രേഷൻ, ഇൻഡസ്ട്രിയൽ ഏരിയ ആണെങ്കിൽ കോൺസെൻട്രേഷൻ എന്താണ്, സെൻസിറ്റീവ് ഏരിയാസ് ആണെങ്കിൽ ഓരോ പൊല്യൂട്ടന്റിന്റെയും കോൺസെൻട്രേഷൻ പെർമിസിബിൾ ലിമിറ്റ് എന്താണ്, റെസിഡൻഷ്യൽ റൂറൽ അല്ലെങ്കിൽ മറ്റ് ഏരിയാസിൽ ഡിഫറെന്റ് പൊല്യൂട്ടൻസിന്റെ പെർമിസിബിൾ ലിമിറ്റ് എന്താണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ടാബുലാർ കോളം ഒന്ന് അറിയാം. ജസ്റ്റ് 3-4 പൊല്യൂട്ടൻസിന്റെ പെർമിസിബിൾ ലിമിറ്റ്സ് അറിഞ്ഞിരിക്കുക. ഓക്കെ. സോ ഇന്ന് നമ്മൾ 2 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. സ്റ്റാൻഡേർഡ്സ് ഫോർ വാട്ടർ ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ എയർ ക്വാളിറ്റി. ഈ 2 ടോപ്പിക്സും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.